നമസ്കാരം. ചിന്ത ചേച്ചി ആകെ അസ്വസ്ഥയാണ് കേട്ടോ. കുറേ നേരം കൊണ്ട് നിന്ന് തൊണ്ട കീറുന്നുണ്ട്. കാര്യം പറയുന്നത് ചിന്താ പ്രാധാന്യമില്ലാത്ത എന്തെങ്കിലും ചളിയായിരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും ഒന്ന് കേട്ടേക്കാം. 10 പൈസ ചെലവില്ലാതെ മതിമറന്ന് ചിരിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ എന്തിനാ പാഴാക്കുന്നത്? വാ നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും എല്ലാം കഴിഞ്ഞകാല പ്രവർത്തനവും ഈ കാലഘട്ടത്തിലെ പ്രവർത്തനവും പരിശോധിച്ച് നോക്കണം. ശോധനയുടെ കാര്യം ഞങ്ങൾ പരിഗണിക്കാൻ ചേച്ചി, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ നേരത്തെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുന്ന കാര്യം അതൊരു അനാവശ്യമല്ലേ ചേച്ചി? ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അതിനി പ്രത്യേകിച്ച് എടുത്തു പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പരിശോധിച്ചിട്ട് എന്ത് പ്രയോജനം? പിന്നെ ഈ കാലഘട്ടത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു പ്രത്യേക പരിശോധനയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചേച്ചി പറ, ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പരിശോധനയൊന്നും ഇപ്പം നടക്കത്തില്ല ചേച്ചി. പോലീസ് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ. ആര് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ? കഴിഞ്ഞ പോലീസ് മന്ത്രി ആരായിരുന്നു? പോലീസ് ആയിരുന്നല്ലോ ഹെലികോപ്റ്ററിൽ നാട് മുഴുവൻ പറന്നത്. നൈസായിട്ടങ്ങ് പറഞ്ഞു പോവുക. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പറന്നുയർന്നത്, പറന്നു താഴ്ന്നത്. ആ ദുഷിച്ച കാഴ്ചകളൊന്നും ഓർമ്മിപ്പിക്കാതെ ചേച്ചി. പറന്നു പൊങ്ങിയതും പറന്ന് താണതും അവയവങ്ങളുമായിട്ടായിരുന്നു. അത് ശരി, അത് പുതിയ അറിവാണല്ലോ. അത് പൊങ്ങുന്നതും താഴുന്നതും അവയവങ്ങളുമായിട്ടായിരുന്നല്ലേ? ഒരു മനുഷ്യൻ അതിനകത്ത് കയറി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യന്റെ അവയവങ്ങളുമായിട്ടായിരിക്കുമല്ലോ ഹെലികോപ്റ്റർ പറക്കുന്നതും പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ. ആ മണ്ടത്തിൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താ? ഹൃദയവും മറ്റവയവങ്ങളുമായി അവയവദാനത്തിന് വേണ്ടി അവശ്യഘട്ടങ്ങളിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. കേരളം കണ്ടു. ഓ അങ്ങനെ. എന്തൊരു ത്യാഗം, എന്തൊരു ത്യാഗം. വേറെ വല്ല സർക്കാരും ആയിരുന്നെങ്കിൽ ഹെലികോപ്റ്റർ തരൂല്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചേനെ കേട്ടോ. പിണറായി വിജയൻ സർക്കാർ ആയതുകൊണ്ട് മാത്രം അവയവദാനത്തിനായിട്ട് അടിയന്തര ആവശ്യത്തിനായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തു. ദിവസവും 24 മണിക്കൂറും, എല്ലാ ദിവസവും 24 മണിക്കൂറും അവയവദാനത്തിന് വേണ്ടി പറക്കലായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ ഹെലികോപ്റ്ററിൻ്റെ ജോലി. കേട്ടല്ലോ എല്ലാവരും. പാർട്ടി സമ്മേളനങ്ങൾക്ക് വേണ്ടിയും മറ്റു വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടേയില്ല. ഒള്ളി അവയവദാനം, ഒള്ളി എമർജൻസി. അതും പിണറായി വിജയൻ എന്തോ പ്രത്യേക ഔദാര്യം കൊടുത്തതുപോലെയാണ് കേട്ടോ ചിന്ത ചേച്ചി പറഞ്ഞു വെക്കുന്നത്. നാട്ടുകാരുടെ 80 ലക്ഷം രൂപ മാസാമാസം ഹെലികോപ്റ്റർ വാടകയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിണറായി വിജയന്റെയോ മുൻ സർക്കാരിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണത്തിലല്ല ഹെലികോപ്റ്റർ പറന്നത്. അവയവദാനത്തിന്റെ അത്യാവശ്യത്തിനായിട്ട് ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കുമായിരുന്നു പോലും. മണ്ണടിഞ്ഞാലും ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ല അല്ലേ ചേച്ചി? മാധ്യമങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്തു. ഹെലികോപ്റ്റർ അവയവങ്ങളുമായി പറന്നുയരുന്നു, പുതുജീവൻ നൽകുന്നു മനുഷ്യർക്ക്. മതി മതി, ആ കഥാപ്രസംഗം മതിയാക്ക്. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള സംഗതി അല്ല അത്. ഒരുപാട് വേദനയും വൈകാരികതയൊക്കെ പിന്നിലുള്ള ഒരു വലിയ സംഗതിയാണ്. അവയവങ്ങളും കൊണ്ട് ഹെലികോപ്റ്റർ പറന്ന് നടന്നു കേരളത്തിലാകെ. ഇപ്പൊ ആ ഹെലികോപ്റ്ററിൽ ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ബ്രെഡും ബിസ്ക്കറ്റുമായി സ്വന്തം അമ്മായിയച്ഛന് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. ആഹാ, ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ബ്രെഡ്, ബിസ്ക്കറ്റ്. ചിന്ത ചേച്ചിയാ കേട്ടോ എല്ലാം കൃത്യമായിട്ട് പൊതിഞ്ഞ് ഭദ്രമാക്കി VD സതീശന്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അതുകൊണ്ട് ആ പൊതിയിൽ എന്തൊക്കെയായിരുന്നു ഉള്ളതെന്ന് VD സതീശനും അമ്മായിയച്ഛനും കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്നത് ചിന്ത ചേച്ചിക്കാ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ ഹെലികോപ്റ്റർ മാത്രമേ കിട്ടിയുള്ളൂ ചേച്ചി. VD സതീശനെ വിമർശിക്കാൻ വേറെ ഒന്നും ഇതുവരെ കിട്ടിയില്ലേ? വല്ലാത്ത വിഷയദാരിദ്ര്യം അല്ലേ? ഇതാണ് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റും VD സതീശൻ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. അയ്യോ, സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റും VD സതീശൻ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമല്ല, അതൊരു അജഗജാന്തരമാണ്. ഗവൺമെന്റുകളുടെ കാര്യം രണ്ടാമത് പറയാം. സഖാവ് പിണറായി വിജയനെ പോലെയാണ് VD സതീശൻ എന്ന് ആര് പറയും ചേച്ചി? ആരും പറയത്തില്ല. സതീശൻ വെറും മനുഷ്യനല്ലേ, പിണറായി വിജയൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ. മനുഷ്യനായതുകൊണ്ട് തന്നെ VD സതീശനുള്ളത് മാനുഷിക ഗുണങ്ങളാണ്. അവരെ രണ്ടുപേരെയും കൂടെ താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല ചേച്ചി. പിണറായി വിജയന് പകരം പിണറായി വിജയൻ മാത്രം. അത് ഞങ്ങൾ എപ്പോഴേ സമ്മതിച്ചു തന്ന കാര്യം. അതുപോലെ ഒന്നിനി ഇല്ല. കഴുകൻ, കുതിര, സൂര്യൻ, കാരണാഭൂതൻ, ഇരട്ടച്ചങ്കൻ, അങ്ങനെ എത്ര പര്യായങ്ങളാണ് പിണറായി വിജയനുള്ളത്. മനുഷ്യന്റെ ഗുണങ്ങളോടുകൂടി മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന സതീശന് എങ്ങനെ അങ്ങേരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും? സതീശനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഗവൺമെന്റുകളുടെ കാര്യം ഒട്ടും പറയണ്ട. ശിവൻകുട്ടി അണ്ണനെയും ബിന്ദു ചേച്ചിയെയും രാജേഷ് അണ്ണനെയും രാജു അണ്ണനെയും ഗണേശ് അണ്ണനെയും ഒക്കെ പോലെയുള്ള പ്രതിഭാശാലികളൊക്കെ അല്ലായിരുന്നോ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്? അവരോടൊന്നും പൊരുതാനുള്ള ശേഷി നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാർക്കില്ല.
അതിലിപ്പോ ആർക്കാ സംശയം? ഒരു ചെറുപ്പക്കാരനെ കാണാതായിരിക്കുന്നു, ഒരു തൊഴിലാളിയെ കാണാതായിരിക്കുന്നു. അപ്പൊ തൊഴിലാളി എന്ന വാക്കൊന്നും ചേച്ചി മറന്നിട്ടില്ല അല്ലേ? തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും വിയർപ്പും കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കൊണ്ടിരിക്കുന്ന ചിന്തച്ചേച്ചി, കുറെ പെണ്ണുങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്കൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തലയും മുട്ടയടിച്ച് വെയിലിലും മഴയിലും കണ്ണുനീരുമായിട്ട് കുറെ നാൾ കഴിഞ്ഞത് കണ്ടായിരുന്നോ? അവരും തൊഴിലാളികളായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു വന്നത്. ചില സമയങ്ങളിൽ ചില പ്രത്യേക ആളുകൾ മാത്രമേ തൊഴിലാളികളായി നിങ്ങളുടെ കണ്ണിൽ കാണപ്പെടുകയുള്ളൂ അല്ലേ ചേച്ചി? അതൊരു അസുഖമാണ്, പ്രത്യേകതരം അസുഖം. ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് ജനങ്ങൾ തന്നതാണ് വീട്ടിലിരുത്തൽ. നല്ല ഫലപ്രദമായ ട്രീറ്റ്മെൻ്റ് ആയിരുന്നല്ലോ ജനങ്ങൾ തന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ മത്സ്യത്തൊഴിലാളിയുടെ അമ്മയാണ് ഇന്നലെ അവിടെ വന്നിരുന്നു പൊട്ടിക്കരഞ്ഞത്. ആ അമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട്. അമ്മമാരുടെ കണ്ണുനീരിന് വില നേടിക്കൊടുക്കാൻ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ഏറ്റവും യോഗ്യതയുള്ള സംഘടന ഡിഫി തന്നെയാണ് ചേച്ചി. അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിലൂടെ സകല അമ്മമാരുടെയും മാന്യതയെ നിങ്ങൾ അംഗീകരിച്ചതല്ലേ? അപ്പൊ പിന്നെ അമ്മമാർക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ നിങ്ങളല്ലാതെ മറ്റാര്? ഞങ്ങളുടെ സമരത്തെ തടയാൻ വി.ഡി. സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെ പോലീസ് നിന്നത് അങ്ങ് ദൂരെയാണ്. നിങ്ങളെ പേടിച്ചിട്ട് അല്ലാതെന്ത്? സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പോലീസ് ദൂരെ മാറി നിന്നാണ് പ്രതിഷേധം നിരീക്ഷിച്ചത് എന്നതാണോ ചേച്ചിയുടെ ഇപ്പോഴത്തെ പരാതി? പിണറായി വിജയന്റെയും പോലീസ് അടുത്ത് ചെന്ന് നിന്ന് പ്രതിഷേധക്കാരോട് രക്ഷാപ്രവർത്തനം നടത്തിയതുപോലെ നിങ്ങളോടും അത് ചെയ്യാത്തതിലുള്ള പരിഭവമാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? തീവ്രവാദികൾ വരുന്ന നിലയിലാണ് കയ്യിൽ നിരായുധരായി വന്ന ഞങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തടയാൻ വി.ഡി. സതീശന്റെയും ചെന്നിത്തലയുടെയും പോലീസ് നിന്നത്. കയ്യിൽ നിരായുധരായി വന്ന നിങ്ങളെ കൈകാര്യം ചെയ്യാൻ അല്ലേ? പാവങ്ങള് കയ്യിൽ നിരായുധരായി വരാതെ അവിടെ ഇവിടെയൊക്കെ ബ്ലേഡും തിരികെ വരാൻ വയ്യായിരുന്നോ ചേച്ചി? ആ ടെക്നിക്ക് അറിയത്തില്ലെങ്കിൽ SFI പിള്ളേരോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തിനാ പ്രത്യേകിച്ച് ആയുധങ്ങൾ? ഷഡ്ഷോയെ പോലെയുള്ള വീരന്മാർ കൂടെ ഉണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ പ്രദർശിപ്പിച്ചെങ്കിലും പോലീസുകാരെ ഓടിച്ചോളുമല്ലോ. പിന്നെ നിങ്ങളെ കണ്ടത് തീവ്രവാദികളെ കാണും പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സ്വയം തിരിച്ചറിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ട് അല്ലേ? അത് മതി. നിങ്ങളുടെ ശേഷിയെ കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശേഷിയിൽ ആർക്കാ സംശയം ഇല്ലാത്തത്? ഗംഭീര ശേഷിയല്ലേ? ഒരു പൊതിച്ചോറ് ഇങ്ങേറ്റം റെഡിയാക്കണമെങ്കിൽ നിങ്ങളുടെ ശേഷിയുടെ ഒരു 10 ഇരട്ടിയെങ്കിലും വേണം. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താ ഡിഫി എന്ന് കേരളത്തിന് വെളിയിൽ ചെന്ന് ചോദിച്ചാൽ ആളുകൾ ഗൂഗിൾ ചെയ്യേണ്ട അവസ്ഥയാണ്. ഇനിയും അതിശക്തമായ പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പോരാടുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോരാടണേ ചേച്ചി. ദേഹത്ത് മണ്ണ് പറ്റാതെയും വിയർക്കാതെയും ഒക്കെ നോക്കണേ. തല്ലുകൊള്ളാൻ പാവപ്പെട്ടവന്റെ മക്കളെയൊക്കെ പ്രത്യേക ഏർപ്പാടാക്കിയിട്ട് വേണം പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ. നല്ല പളപള തിളങ്ങുന്ന ഡ്രസ്സുകളും മറ്റുമാണ് ഇട്ടേക്കുന്നത്. അതിൽ അഴുക്ക് പറ്റിയാൽ കാണാൻ ഒരു ഭംഗിയുണ്ടാവത്തില്ല. മുഴുവൻ പേരെയും മുഴുവൻ സമര സഖാക്കളെയും ഏറെ ആവേശത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഭാഗ്യം, ആവേശപ്രസംഗം അവസാനിപ്പിച്ചു. പ്രവൃത്തിയിലും മുദ്രാവാക്യങ്ങളിലും മാത്രം ആവേശം കാണിച്ച് ഇങ്ങനെ ജീവിച്ചു പോകാനും ഒരു കഴിവ് വേണം. എന്നും ഓരോ പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ, അതിന് ചേരുന്ന ആഭരണങ്ങൾ, ആഡംബരം, ഇതൊക്കെ ഉണ്ട്. പറയുന്നത് പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി. ഇവരുടെയൊക്കെ വരുമാന മാർഗം എന്താണോ എന്തോ.